സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റുകൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ജീവനക്കാരുടെ മുഴുവൻ ഡാറ്റകളും പുറമേ നിന്നുള്ളവർക്ക് ശേഖരിക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങളും പുറത്തായിരിക്കുന്നു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. അല്പം സാങ്കേതിക പരിജ്ഞാനമുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിലെ മുഴുവൻ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ ഞൊടിയിടയിൽ അറിയാം. കേരള വാട്ടർ അതോറിറ്റി വെബ്സൈറ്റിൽ കയറി ജീവനക്കാരുടെ പോർട്ടലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്താൽ വിവരങ്ങൾ ഒന്നൊന്നായി ലഭിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും ബ്ലഡ് ഗ്രൂപ്പ്, ജാതി, മതം, പ്രായം, വിലാസം, മെയിൽ ഐ ഡി, പേഴ്സണൽ ഫോൺ നമ്പർ അടക്കം ഏതാണ്ട് എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട്. ഈ സൈറ്റിൽ പബ്ലിക്കിന് ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പബ്ലിക്കിന് ആക്സസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു എംപ്ലോയിയുടെ ഇത് മാത്രം അറിയാൻ വേണ്ടി, അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ സ്ഥാനം, അവരെപ്പോൾ റിട്ടയർമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ചെല്ല് കഴിയുമ്പോഴത്തേനും ഇതിലും കൂടുതൽ ഡേറ്റകൾ അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് ഫിൽട്രേഷൻ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. മെയിൽ ഐ ഡിയും പേഴ്സണൽ ഫോൺ നമ്പറുമെല്ലാം ഉപയോഗിച്ച് സൈബർ ഇടത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഒരു വശത്ത്. മറുവശത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകുന്നതിൻ്റെ അപകടാവസ്ഥ. ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്ന കാര്യം വാട്ടർ അതോറിറ്റിയെ കൊച്ചിയിലെ എത്തിക്കൽ ഹാക്കർമാർ അറിയിച്ചതാണ്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. അതായത് സ്വന്തം ജീവനക്കാരുടെ രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു പോകുന്നത് വാട്ടർ അതോറിറ്റി വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ, നമുക്ക് വാട്ടർ അതോറിറ്റിയിലെ ഒരു എഞ്ചിനീയറുടെ ഡെസിഗ്നേഷനും അയാളുടെ പേരും ഫോൺ നമ്പറും അറിയുന്നത് മനസ്സിലാക്കാം. പക്ഷേ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പും ബാക്കി ഡീറ്റെയിൽസും നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പൂട്ടിവെക്കാതെയാണോ ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺ, ഇത് ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ, കേരളം മുഴുവനുള്ള ജീവനക്കാരുടെ ഏത് വിവരങ്ങളും പെട്ടെന്ന് അല്പം സാങ്കേതിക പരിജ്ഞാനം മതി അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ലഭിക്കും. അത്ര ലാഘവ ബുദ്ധിയോടുകൂടി മുഴുവൻ എംപ്ലോയീസിന്റെയും വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കുറ്റം. ഇതിലൊരു അപകടാവസ്ഥ കൂടിയുണ്ട്. ഇത്രയും സൈബർ ഇടം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഫോൺ നമ്പർ കിടക്കുന്നു, ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും കിടക്കുന്നു. ഈ ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള വിവരങ്ങൾ വെച്ച് വളരെ ഗുരുതരമായ ഒരു വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏത് വിവരവും ആർക്കും ചോർത്തിയെടുത്ത് എത്ര അപകടകരമായ സാഹചര്യവും ഉണ്ടാക്കാം. ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ ഇടത്തിൽ പേഴ്സണൽ ഫോൺ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ഐ ഡി, മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുന്നു. ഇതുകൊണ്ട് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ വ്യാജ പ്രൊഫൈൽ ഐ ഡി ഉണ്ടാക്കാം. അത്തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത മറുവശത്ത്. തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. മുഴുവൻ ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ ഇങ്ങനെ ആർക്കും എടുക്കാവുന്ന ഒരു അവസ്ഥയിലാണ് വാട്ടർ അതോറിറ്റിയിൽ കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു ലേബി. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ മുഴുവൻ ഡാറ്റയും പുറത്താകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളടക്കം വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ചോർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റി ഉടൻ നടപടിയെടുക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.